ഹലോ ഗായ്സ്, ടെക്നിക്കൽ ഗെയിമറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എപ്പിസോഡ് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സ്റ്റോൺ ടൂൾസൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ തന്നെ നമ്മളൊരു വീടൊക്കെ ഒപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ സ്കിന്നായിട്ടെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രൈൻ ആയിട്ടുണ്ട്. ഓക്കെ, ഹീറോ ബ്രൈൻ ആയിട്ടുണ്ട്. കാരണം ഹീറോ ബ്രൈനിലെ സ്കിന്നൊക്കെ ഇട്ടിട്ടാണ് അവൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഹീറോ ബ്രൈൻ ഫസ്റ്റ് കിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഷീപ്പിൽ നമ്മൾ ആദ്യമായിട്ട് കൊന്നേക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസിപ്പി അൺലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി അൺലോക്കിങ് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ വീട് പണിയുള്ള വുഡും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. വുഡൊക്കെ ആവശ്യത്തിന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാൻഡ് ഒപ്പിച്ചിട്ട് ഗ്ലാസ് ഒപ്പിക്കാനാണ്. അപ്പോൾ ഗ്രീൻ ഹൗസൊക്കെ വരും എപ്പിസോഡിൽ സെറ്റാക്കാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ഉണ്ടാക്കാനായിട്ട് സാൻഡ് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സാൻഡ് കളക്ട് ചെയ്യാണ്. സാൻഡിലാണല്ലോ ട്രഷർ ഉണ്ടാവുക. അപ്പോൾ ട്രഷർ കിട്ടുകയാണെങ്കിൽ ട്രഷർ കിട്ടിക്കോട്ടെ. അപ്പോൾ നമുക്കിಲ್ಲಿ കിട്ടിയില്ലെങ്കിൽ വീടിനോട് കാണാം. അങ്ങനെ വീട് ഞാൻ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആകെ ഞാൻ 58 വുഡേ എടുത്തിട്ടുള്ളൂ. മെൽബ്രയിൽ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ആകെ 58 വുഡേ എടുത്തിട്ടുള്ളൂ. നല്ലൊരു ചെറിയ വീടാണിത്. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട്, സബ്സ്ക്രൈബ് ചെയ്തവരോട് പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവരോട് പറയുകയാണ്, നിങ്ങൾ കമൻറ്റിലൂടെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുക. അത് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പാവാൻ കാരണമുണ്ട്. കാരണം വേറെ 24 ആയിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുക. ഉറപ്പാക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു ബോർഡിൽ തൂക്കിയിടും. കാരണം നമുക്കിനി വേൾഡിലെ അവസാനവും ഈ അടുത്ത എപ്പിസോഡിലുമായിട്ട് ആ പേരുകളൊക്കെ ഞാൻ പറയുന്നതാണ്. അടുത്ത എപ്പിസോഡിലല്ലേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻ്റ് ഇടുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ തന്നെ നിങ്ങളുടെ പേരൊക്കെ പറയുന്നതാണ്. അതുപോലെ അടുത്ത എപ്പിസോഡിലെന്നല്ല, ലാസ്റ്റ് നമ്മൾ എൽഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്ത് ഈ വേൾഡ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു അവസാനം വരുന്ന സമയത്തും ആ ഒരു പേര് നമ്മളൊരു അതിലായിട്ടൊരു ബിൽഡ് തന്നെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ആ പേരൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കും സൈഡ് ബോർഡിൽ. ഓക്കെ, അപ്പോൾ ഡെക്കറേറ്റഡ് ബിൽഡാക്കി മാറ്റും ആ ഒരു പേരുകളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീട് നമ്മൾ ചെറിയൊരു വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീട് ഉണ്ടാക്കുന്നൊരു ട്യൂട്ടോറിയൽ കാണിച്ചു തരികയാണ്. ഇത് ഇവിടെ വെക്കണം. ഇവിടെ ഒന്ന് അപ്പുറത്ത് നമുക്ക് ഒന്നാക്കാം. കുറച്ച് വീതി ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഇവിടെ ഒന്ന് നമ്മൾ മുകളിലോട്ട് ഒന്ന് വെക്കണം. ഒന്ന് 2 ബ്ലോക്ക് ഹൈറ്റേ ആയിട്ടുള്ളൂ. ഒരു 3 ബ്ലോക്ക് ഹൈറ്റ് വേണം. 3 ബ്ലോക്ക് ആണെങ്കിൽ 4 ബ്ലോക്ക് ഹൈറ്റെങ്കിലും കിട്ടണം നമുക്ക്. ബട്ട് നമുക്ക് 3 ബ്ലോക്ക് ഹൈറ്റ് മതി താൽക്കാലികം. ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകണം. ഇവിടെ നിന്ന് കറക്റ്റായിട്ട് അപ്പുറത്ത് പോയി വെച്ചിക്കണം. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട്, അപ്പോൾ ഗൈസ് ഈ വീടുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ നോക്കി ചെയ്താൽ മതി. ഇത് എൻ്റെ സ്വന്തം ബ്രെയിനിൽ വന്നതാണ്. പക്ഷേ ഈ ഒരു വീട് ഒരുപാട് പേരുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഇവിടെ വെക്കാം. പറഞ്ഞതുപോലെ വീടിനകത്ത് സ്റ്റോറേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ വീടിനും ഉണ്ടാവുമല്ലോ ഉള്ളിലായിട്ടൊരു ചെറിയൊരു സ്റ്റോറേജ് റൂം സെപ്പറേറ്റ് ആയി ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ പൊട്ടിച്ച് കളയാണ്. കാരണം എനിക്ക് ഇവിടെ ഇതൊക്കെ വെക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റെയർസ് വെക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് പൊട്ടിക്കണം ഗൈസ്. കാരണം അത് നമുക്ക് കുറച്ച് സ്റ്റെയർസ് ആദ്യം തന്നെ പോയി ക്രാഫ്റ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഗൈസ്, കാരണം നമുക്ക് ചെസ്റ്റൊക്കെ പരമാവധി അവിടെ വെക്കാൻ സാധിക്കണം. അതാണ് നമ്മളുടെ മെയിൻ പ്ലാൻ. കാരണം സ്റ്റോറേജ് റൂം ഇപ്പോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും സാധാരണ ചെറിയൊരു ചെസ്റ്റ് റൂം വീടിനകത്ത് തന്നെ സെറ്റ് ചെയ്യണം. ഈ ചെറിയൊരു വീടിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർ എല്ലെപ്പോഴും എൻ്റെ വീഡിയോ കണ്ടിട്ട് വീട് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ മനസ്സിലാവുക വെച്ചാൽ വേറൊരു 24 ആയിട്ടുള്ള ഗൈസ്.
അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ മനസ്സിലാവും ആർക്ക് സബ്സ്ക്രൈബ് ചെയ്തു ഇല്ലയോ എന്ന്. അപ്പോൾ ഇത്രയായി. ഇവിടെ കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു വാക്സ് പൊട്ടും. മൂന്ന് 4 കണക്കൊന്നും വെക്കണ്ട ഗൈസ്. അങ്ങനെ ഇതാ ഇത്രയായി. അപ്പം എന്നോട് ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫൈൽ മാറ്റി കളിക്കാനായിട്ട് UI. അപ്പോൾ നമ്മൾ UI പ്രൊഫൈൽ മാറ്റിയിട്ടുണ്ട്. ക്ലാസിക്കിലോട്ട് മാറ്റാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ബ്രോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്ലാസിക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോക്കറ്റായിരുന്നില്ല ഫസ്റ്റ് എപ്പിസോഡ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ എല്ലാ ചാനലിലെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ എൻ്റെ വീട് നിൽക്കുന്ന നിപ്പുകളുടെ ഗൈസ് ഏതാല്ലേ ഗൈസ്, ഏതാ ലുക്ക്. അത് അടിപൊളിയായിട്ടെല്ലാം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കയ്യിലുണ്ടാവും ഒരു പോപ്പിയും അതേപോലെ ഒരു അയണിങ് കെട്ടും ഉണ്ടാവും. കാരണം വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ അയൺ കോളത്തെ കൊന്നിരുന്നു. കാരണം ഷിയേഴ്സ് ഒപ്പിക്കാനായിട്ട് അതേപോലെ ഈ ലീവ്സൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു കൊച്ചു വീടുണ്ടാക്കി അതല്ലേ ഞങ്ങളുടെ വീട് അടിപൊളിയായിരിക്കും ഗൈസ്. അല്ലാതെ വലിയ ആഡംബര വീടൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ വീടിൻ്റെ അകം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആലിസൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലോർ വർക്കിലായിട്ട് ഉപകാരപ്പെട്ടു. അപ്പോൾ അതൊക്കെ കണ്ട ഗൈസ്, ഇതൊക്കെ അടിപൊളിയാണ്. ഈ ഒരു ക്യാമ്പ് ഫയർ അല്ല, നമ്മളൊരു ക്യാമ്പ് ഫയർ ഉള്ളി വെച്ച് അതിൻ്റെ പേരില്ല മറന്നുപോയി, എന്തോരം ഗൈസ്. പേരും നമുക്കറിയേണ്ട. ആ ഒരു സാധനത്തിൻ്റെ അടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഫർലസിൻ്റെ മുകളിൽ സ്മോക്കറായിരുന്നു വെക്കേണ്ടത്. സ്മോക്കറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കണമായിരുന്നു. പക്ഷേ അപ്പോൾ താൽക്കാലികമായി സ്മോക്കറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ടേബിളാണ് വെച്ചേക്കുന്നത്. ആൻഡ് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം സ്റ്റേഴ്സിൻ്റെ അടിയിൽ വെക്കുക എന്ന്. ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ അല്ല, ഇത് ഇവിടെ വെക്കാം. സെൻറ്റർ ഏകദേശം സെൻറ്റർ അവിടെ ഗൈസ്. ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫുൾ ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം ചെസ്റ്റിലെ മുകളിൽ ഒരു ഫുൾ ബ്ലോക്ക് വന്നാൽ അത് പറ്റില്ല. സ്ലാബ് ചെസ്റ്റിലെ സെൻറ്റർ കറക്റ്റ് മുകളിലാണെങ്കിൽ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തവരുടെ നെയിംസ് ഞാൻ ഇവിടെ സൈഡ് ബോർഡിൽ എഴുതി വെക്കുന്നതാണ്. എന്നിട്ട് അത് സെപ്പറേറ്റ് ബിൽഡാക്കി അതൊരു ബിൽഡാക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിൽ ഹാപ്പി ഗാസിലൊക്കെ ഇറക്കണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു വീറ്റ് ഫാം സെറ്റ് ചെയ്യുന്നതാണ്.